ഓം. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. നോക്കാം 15-ാമത്തെ ശ്ലോകം. 2-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം. ശുകസാരസ്വതം തുടർച്ച. യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. എന്താ പറയണത്? ഭഗവാനെ കീർത്തിക്കുക എന്നാണ്. യത് കീർത്തനം ഭഗവാനെ കീർത്തിക്കൽ, യത് സ്മരണം ഭഗവാനെ സ്മരിക്കൽ, യത് ഈക്ഷണം ഭഗവാനെ കാണൽ, യത് വന്ദനം വന്ദിക്കൽ, പൂജിക്കൽ എന്നീ സാധനകളെ കൊണ്ട് ലോകരുടെ പാപം മുഴുവൻ പെട്ടെന്ന് തന്നെ സദ്യോ വിധുനോതി കൽമഷം, ലോകത്തിൻ്റെ കൽമഷം പാപം ഒക്കെ സദ്യോ വിധുനോതി പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടിയാക്കുന്നു. ഏതൊരു ഭഗവാനെ കീർത്തിച്ചാൽ, സ്മരിച്ചാൽ, വന്ദിച്ചാൽ പാപങ്ങളൊക്കെ വേഗത്തിൽ ഇല്ലാണ്ടിയാവുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. സുഭദ്രശ്രവസേ നമോ നമഃ. മംഗളകരങ്ങളായ കീർത്തിയോടുകൂടിയ ഭഗവാൻ നമസ്കാരം എന്നാണ്. സുഭദ്രശ്രവസേ, മംഗളകീർത്തിമാനായ എന്നർത്ഥം. എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നുമില്ല. ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാവും. സുഭദ്രശ്രവസ് ഭഗവാന്റെ പേരാണ്. വ്യക്തമാണ്. ഒന്നുകൂടി വായിക്കാം ശ്ലോകം. യത് കീർത്തനം യത് സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. യദർഹണം എന്നുള്ളിടത്ത് അവിടെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പൂജിക്കുക എന്നാണ്. യാതൊരാളെ പൂജിക്കുന്നതും, യശ്രവണം യാതൊരാളെ പറ്റി കേൾക്കുന്നതും, യദീക്ഷണം ദർശിക്കുക കാണുക എന്നർത്ഥം, യത് സ്മരണം യാതൊരുവനെ സ്മരിക്കുന്നത് ഒക്കെ വ്യക്തമാണ്. കൽമഷം പാപം. ശരി, 16-ാമത്തെ ശ്ലോകം നോക്കാം. വിചക്ഷണായ ചരണോപസാദനാത് സംഗം വ്യുതസ്യോ ഭയതോന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാഃ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വിചക്ഷണായ ചരണോപസാദനാത് സംഗം വ്യുതസ്യോ ഭയതോന്തരാത്മനഃ വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാഃ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. വിചക്ഷണ എന്താർത്ഥം? വിവേകികൾ, വിവേകമുള്ളവർ. യച്ചരണോപസാദനാത് യാതൊരാളുടെ ചരണത്തെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് വിവേകികൾ ഏതൊരു ഭഗവാന്റെ പദാരവിന്ദങ്ങളെ സേവിച്ച് ഭക്തി വളർത്തി ഇവിടെയുള്ള സുഖങ്ങളിലും ഇനി പുറമെ പോയിട്ട് വല്ല സുഖങ്ങളുണ്ടെങ്കിൽ അതിലും ആ ആഗ്രഹത്തെ ഉപേക്ഷിച്ച്, ഇവിടെയുള്ള പണം പ്രശസ്തി മുതലായ ഒന്നും വേണ്ട, ഇനി പുറമെ പോയിട്ട് വേറെ എന്തെങ്കിലും പരലോക സുഖങ്ങൾ അതിനെപ്പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ടല്ലോ, ഇനി അങ്ങനെയുള്ള ആഗ്രഹവും ഇല്ല. മനസ്സിനെ അടക്കി ഭഗവാനിൽ തന്നെ അല്ലെങ്കിൽ ആത്മാവിൽ അടക്കി അതിവേഗത്തിൽ മുക്തി, ബ്രഹ്മസാക്ഷാത്കാരം സാധിച്ച് മുക്തരായിത്തീരുന്നു. അത് ഏതൊരു ഭഗവാന്റെ പാദത്തെ സേവിച്ചിട്ടാണോ ആ ഭഗവാന്, ആ മംഗളകരമായ കീർത്തിയോടുകൂടിയ ഭഗവാന് നമസ്കാരം. വീണ്ടും വീണ്ടും നമസ്കാരം. നമോ നമഃ. വിചക്ഷണ വിവേകികൾ. യച്ചരണോപസാദനാത് ഏതൊരു ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഭജിച്ച് ഉഭയതഃ, ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നർത്ഥം, ഇഹലോകത്തിലും പരലോകത്തിലും ഉള്ള ആ ഭോഗങ്ങൾ, സുഖങ്ങളെ വെടിയുന്നു, ഒക്കെ തുച്ഛമായിട്ട് തോന്നുകയാണ്.
വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന് പ്രധാനം എന്ന് വിചാരിച്ചതിനോടൊക്കെ താല്പര്യം കുറഞ്ഞു വരും. സുഖഭോഗങ്ങളോടൊന്നും താല്പര്യമില്ല. അതിനൊക്കെ വിട്ട്, അതാണ് വ്യുതസ്യ, കൈവെടിഞ്ഞ്, ഗതക്ലമാഹ, ബ്രഹ്മഗതിം, എളുപ്പത്തിൽ, ഗതക്ലമ, ക്ലമം എന്ന് പറഞ്ഞാൽ ക്ഷീണം, ശ്രമം, ഗതക്ലമാഹ, പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ലാതെ എളുപ്പത്തിൽ എന്നർത്ഥം. എളുപ്പത്തിൽ ബ്രഹ്മഗതിം, ബ്രഹ്മഗതിയെ, മുക്തിയെ, വിന്ദന്തി, പ്രാപിക്കുന്നുവോ, അങ്ങനെയുള്ള ആ ഭഗവാന് മംഗള കീർത്തി എഴുന്ന ആ പരമപുരുഷന് നമസ്കാരം. ശരി, 17ാമത്തെ ശ്ലോകം. തപസ്വിനോ ദാനപരാ യശസ്വിനോ മനസ്വിനോ മന്ത്രവിദസ്സു മംഗളാഃ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. തപസ്വിനോ ദാനപരാ യശസ്വിനോ മനസ്വിനോ മന്ത്രവിദസ്സു മംഗളാഃ ക്ഷേമം ന വിന്ദന്തി വിനാ യദർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. എന്താ പറയേണ്ടത്? തപസ്വിനഃ, തപസ്സിൽ ശ്രദ്ധിക്കുന്നവർ, തപസ്വിമാർ എന്നർത്ഥം. ദാനപരാഹ, ദാനത്തിൽ താല്പര്യമുള്ളവർ. യശസ്വിനഃ, കീർത്തിമാന്മാർ, യശസ്സുള്ളവർ, സൽപ്പേരുള്ളവർ. മനസ്വിനഃ, മനഃശക്തിയുള്ള യോഗിമാർ. മന്ത്രവിദ, മന്ത്രജ്ഞന്മാർ. സുമംഗളാഹ, എന്താർത്ഥം? ധർമ്മിഷ്ഠർ അല്ലെങ്കിൽ സദാചാരത്തിലിരിക്കുന്നവർ. ഇവരൊക്കെ യദർപ്പണം വിന ആണ്, അവരവരുടെ ആ സാധനകളെ യാതൊരു വനിൽ സമർപ്പിച്ചാൽ ക്ഷേമം, ക്ഷേമം എന്ന് പറഞ്ഞാൽ മംഗളം, നന്മ എന്നർത്ഥം. ഈ ലോകത്ത് പലതരക്കാരാണ് ഇവിടെ. ചിലർക്ക് തപസ്സാവും, തപസ്വികൾ. ചിലർ ദാനശീലന്മാരാവും, തപസ്വികൾ അവരുടെ തപസ്സിനെ, ദാനശീലന്മാർ അവരുടെ ദാനത്തെ, കീർത്തിമാന്മാർ അവരുടെ കീർത്തിയെ, യോഗികൾ അവരുടെ യോഗത്തെ, മന്ത്രജ്ഞന്മാർ അവരുടെ ആ മന്ത്രജ്ഞാനത്തെ, സദാചാരനിഷ്ഠന്മാർ അവരുടെ ധർമ്മത്തെ അല്ലെങ്കിൽ സദാചാരത്തെ ഭഗവാന് സമർപ്പിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ ഗുണങ്ങളെ കൊണ്ടൊക്കെ അഹങ്കാരം വർദ്ധിച്ച് ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ പോകുന്നു. വ്യക്തമാണോ? നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണ്. സാധകന്മാർ ശ്രദ്ധിക്കേണ്ട ശ്ലോകമാണ്. ഗുണങ്ങൾ കുറേ ഉണ്ടായിട്ടും കാര്യമില്ല. അഹന്ത ഉണ്ടെങ്കിൽ മുക്തി ലഭിക്കില്ല, ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല. എന്തെങ്കിലും ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആ ഗുണം ഭഗവാന്റെ ആണെന്ന് അറിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുക. അതാ വേണ്ടത്. അത് ഭഗവാന്റെ ആണെന്ന് തിരിച്ചറിയുക. അതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ എടുത്തു പറയണത്. തപസ്വിമാർ, ദാനശീലന്മാർ, കീർത്തിമാന്മാർ, മനഃശക്തിയുള്ള യോഗിമാർ, മന്ത്രജ്ഞന്മാർ, സദാചാരനിഷ്ഠയുള്ളവർ, ഇവരൊക്കെ അവരവരുടെ സാധനകളെ യാതൊരുവനിൽ സമർപ്പിച്ചാലല്ലാതെ ക്ഷേമത്തെ പ്രാപിക്കുന്നില്ലയോ. അങ്ങനെ വളച്ച് പറയാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ അത്രയേ അർത്ഥമുള്ളൂ. സമർപ്പിച്ചില്ലെങ്കിൽ എന്തായി? വിശുദ്ധരായി, അല്ലെങ്കിൽ തൃപ്തി, ശാന്തി ഉണ്ടാവില്ല എന്ന് താല്പര്യം. അഹങ്കാരം വർദ്ധിച്ച് ലക്ഷ്യത്തിലെത്താണ്ട പോവുക ചെയ്യുക. സരളമായിട്ട് പറഞ്ഞാൽ അത്രയേ അർത്ഥമുള്ളൂ. അവനവൻ്റെ കഴിവ് അത് ഭഗവാന് സമർപ്പിച്ചില്ലെങ്കിൽ അത് ഗുണങ്ങളാണെങ്കിൽ പോലും അതുകൊണ്ട് അഹങ്കരിച്ച് ലക്ഷ്യത്തിലെത്താണ്ട പോകും. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മുക്തി, ശാന്തി എന്നർത്ഥം. ശാന്തി ഇല്ലാണ്ട് ഗുണങ്ങളെക്കൊണ്ട് തന്നെ വിഷമിക്കുകയാണ് ചെയ്യുക എന്ന് താല്പര്യം. അങ്ങനെയുള്ള ആ സുഭദ്രശ്രവസന് നമസ്കാരം. 18ാമത്തെ ശ്ലോകം. കിരാതഹൂണാന്ധ്രപുളിന്ദപുൽക്കസാ ആഭീരകങ്കാ യവനാഃ ഖസാദയഃ യേന്യേ ച പാപാ യദുപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. കിരാതഹൂണാന്ധ്രപുളിന്ദപുൽക്കസാഭീരകങ്കാ യവനാഃ ഖസാദയഃ യേന്യേ ച പാപാ യദുപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. എന്താ പറയണത്? കാട്ടാളന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്ദന്മാർ, പുൽക്കസന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ,
ഇവരെയൊക്കെ ഒരു അധർമ്മികളായിട്ടാണ് കണക്കാക്കാറ്. ഇതിനൊന്നും വ്യക്തമായിട്ട് വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല. ഇതൊക്കെ കുറേ വിഭാഗക്കാരാണ്. ഇനി വ്യക്തമായിട്ട് പറയണമെങ്കിൽ ചില ശാസ്ത്രങ്ങളിലൊക്കെ പറയും കിരാതന്മാർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കൊല്ലുന്നവർ, മൃഗങ്ങളെ കൊന്നു തിന്ന് ജീവിക്കുന്നവർ. അതാണ് കിരാതന്മാർ. ആന്ധ്രന്മാർ എന്ന് പറഞ്ഞാൽ വംശശുദ്ധി ഇല്ലാത്തവരാണത്രേ. പുളിന്തന്മാർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓരോരോ വിഭാഗക്കാരാണ്. അതിനെപ്പറ്റി നമ്മൾ ഗവേഷണം ചെയ്യാൻ നിൽക്കണ്ട. പൊതുവെ കുറച്ച് മോശം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരാണ് ഇവരൊക്കെ. അവരൊക്കെ തന്നെ ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിലോ അതാണ്. ഈ പറഞ്ഞ വിഭാഗക്കാരും ഇനി പറയാൻ വിട്ടുപോയ മറ്റ് വിഭാഗക്കാരും ഭഗവാന്റെ നാമം ജപിച്ചാൽ, ഭഗവാനെ സർവാത്മന ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഒരാളെ ആശ്രയിച്ചാൽ, ഭക്തനെ ആശ്രയിച്ചാലും മതി എന്നാണ്. എല്ലാ പാപവും നശിച്ച് ശുദ്ധരായിത്തീരും. ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഭക്തന് വലിയ പാപികളെ പോലും ശുദ്ധാക്കാനുള്ള കഴിവുണ്ട്. എങ്കിൽ ആ ഭഗവാന്റെ കഴിവ് എത്ര വലുതായിരിക്കും. അങ്ങനെയുള്ള സർവശക്തനായ ഭഗവാന് നമസ്കാരം. ആണ് ഈ ശ്ലോകത്തിലെ ആശയം. കിരാത ഹൂണാന്ധ്ര പുളിന്ദ പുൽക്കസാഭീരകങ്കായവനാഹ ഖസാദയ യേന്യേ ച പാപാ യദുപാശ്രയാശ്രയാഹ. യദുപാശ്രയാശ്രയാഹ, യാതൊരുവനെ ആശ്രയിച്ചിരിക്കുന്നവരെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാനെ ആശ്രയിച്ച ഭക്തനെ ആശ്രയിച്ചാലും മതി. നേരിട്ട് ഭഗവാനെ ആശ്രയിക്കാനുള്ള കഴിവ് ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് അവർക്ക് ആ സംസ്കാരം അങ്ങനെയുള്ളൂ. മതി എങ്കിലും നേരെ ആവണം എന്നുള്ള മോഹം ഉണ്ടെങ്കിൽ ഭഗവാനെ ആശ്രയിച്ച ഭക്തന്മാരെ ആശ്രയിച്ചാലും അവരുടെ മനസ്സ് ശുദ്ധമായി തീരും. അങ്ങനെയുള്ള പ്രഭവിഷ്ണവേ നമ, സർവശക്തിമാനായിരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. കാട്ടാളന്മാർ, ഹൂണന്മാർ, പുളിന്തന്മാർ, പുൽക്കസന്മാർ, ആന്ധ്രന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ, ഇവരൊക്കെ കുറച്ച് മോശമായിട്ടാണ് കണക്കാക്കുക. ഇങ്ങനെ പലവിധ പാപവൃത്തികളും ചെയ്ത് ജീവിക്കുന്നവർ, അവരും അവരെ കൂടാതെ പറയാൻ വിട്ടുപോയ മറ്റ് പാപികളും, ഇവരൊന്നും ഈശ്വരപ്രാപ്തിക്ക് അർഹതയില്ലാത്തവരാണെന്ന് പറയാൻ വയ്യ. പക്ഷെ എത്താൻ വൈകുന്നവരാണ്. ഭഗവാനിലേക്ക് എത്താൻ കുറേ സമയമെടുത്തേക്കാം. എങ്കിൽ പോലും പറയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ പോലും പെട്ടെന്നെത്തും. എപ്പോൾ? സർവാത്മനാ ഭഗവാനെ ആശ്രയിച്ച ഒരു മഹാത്മാവിനെ ആശ്രയിച്ചാൽ, ഭക്തന്മാരെ ആശ്രയിച്ചാൽ അവരുടെ ആ പാപം നശിച്ച് അതിവേഗത്തിൽ ശുദ്ധരാവും. ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഭക്തന് തന്നെ ഇത്രയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ, വലിയ പാപികളെപ്പോലും ശുദ്ധരാക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ, അവർക്ക് ഈ കഴിവ് കൊടുത്ത ഭഗവാൻ എത്ര കണ്ട് കഴിവുണ്ടായിരിക്കും. ആ ഭഗവാന്റെ മഹിമയൊന്ന് ആലോചിക്കൂ. അങ്ങനെയുള്ള ആ സർവശക്തനായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. ശരി, 19ാമത്തെ ശ്ലോകം. സ ഏഷ ആത്മാത്മവതാമധീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യളീകൈരജശങ്കരാദിഭിഃ വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. സ ഏഷ ആത്മാത്മവതാമധീശ്വരസ്ത്രയീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യളീകൈഃ അജശങ്കരാദിഭിഃ വിതർക്യലിംഗോ ഭഗവാൻ പ്രസീദതാം. എന്താ പറയുന്നത് 19ാമത്തെ ശ്ലോകത്തിൽ? സ ഏഷ ആത്മാത്മവതാം അധീശ്വര, ആത്മവതാം ആത്മാ അധീശ്വര, സ്ഥിരപ്രജ്ഞരായ ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപമായും ഭക്തന്മാർക്ക് മഹാപ്രഭുവായും ആത്മാ അധീശ്വര, ത്രയീമയ, ധർമ്മമയ, തപോമയ, ഇതൊക്കെ ഭഗവാന്റെ പല പേരുകളാണ്.
ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭഗവാന്റെ അനുഗ്രഹം. ആത്മജ്ഞാനികൾ ഭഗവാനെ ഈശ്വരൻ അങ്ങനെ കണക്കാക്കും, ഈശ്വരനായിട്ട് കാണുന്നു. വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്കോ വേദസ്വരൂപനാണ് ഭഗവാൻ. ധർമ്മം ആചരിക്കുന്നവർക്കോ ധർമ്മസ്വരൂപനാണ് ഭഗവാൻ. എന്താണ് ധർമ്മമയ, ധാർമ്മികന്മാർക്ക് ധർമ്മമൂർത്തിയായും, ത്രയീമയ കർമ്മഠന്മാർക്ക് വേദാത്മകനായും, തപോമയ തപസ്വികൾക്ക് തപസ്വരൂപമായും, ഗതവ്യളീകൈ നിഷ്കപട ഹൃദയമുള്ളവ, അജശങ്കരാദിഭി ബ്രഹ്മരുദ്രാദി ദേവപ്രമുഖന്മാരാൽ വിതർക്യലിംഗ, എന്താ വിതർക്യലിംഗ, വിസ്മയത്തോടെ വീക്ഷിക്കപ്പെടാവുന്ന രൂപത്തോടു കൂടിയവനായും ഇരിക്കുന്ന എന്നർത്ഥം. സ ഏഷ ഭഗവാൻ, ആ ഈ ഭഗവാൻ പ്രസീദതാം പ്രസാദിക്കണേ. ആത്മജ്ഞാനികൾക്ക് ഈശ്വരനായും, വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേദസ്വരൂപനായി, ധർമ്മം ആചരിക്കുന്നവർക്ക് ധർമ്മസ്വരൂപനാണ് ഭഗവാൻ, തപസ്വികൾക്ക് തപോമയനാണ്. ഇനി മായ ബാധിക്കാത്ത അല്ലെങ്കിൽ മായാധർമ്മങ്ങൾ ബാധിക്കാത്തവരായ ബ്രഹ്മാവ്, രുദ്രൻ എന്നീ ദേവന്മാർ, അവർ പോലും വിസ്മയത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം, അങ്ങ് സന്തോഷിക്കണേ, പ്രസീദതാം സാധിക്കണേ. ആത്മവതാം ആത്മാ അധീശ്വര ത്രയീമയ ധർമ്മമയ തപോമയ ഒക്കെ ഭഗവാന്റെ പേരാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് താല്പര്യം. 20ാമത്തെ ശ്ലോകം. ശ്രിയഃ പതിർയജ്ഞപതി പ്രജാപതി ധിയാം പതിർലോകപതിർധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതി. ശ്രിയഃ പതിർയജ്ഞപതി പ്രജാപതി ധിയാം പതിർലോകപതിർധരാപതി പതിർഗതിശ്ചാന്ധകവൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതി. എന്താ പറയുന്നത്? ശ്രിയഃപതി ലക്ഷ്മീപതി, യജ്ഞപതി യജ്ഞത്തിൻ്റെ പതി, ലക്ഷ്മീപതിയും യജ്ഞത്തിൻ്റെ പതിയും, പ്രജാപതി പ്രജകളുടെ പതി, പിന്നെയോ ധിയാം പതിർലോകപതിർധരാപതി. ധിയാം പതി അന്ധക്കരണവൃത്തികളുടെ പ്രേരകൻ, ലോകപതി ലോകനായകൻ, ധരാപതി ഭൂമിയെ ഭരിക്കുന്നവൻ, പതിർഗതിശ്ചാന്ധകവൃഷ്ണി സാത്വതാം പതി ഗതി ച, പതി പ്രഭു ഗതി ശരണം കൊടുക്കുന്നവൻ. പതിയും ഗതിയും ആർക്ക്? അന്ധകവൃഷ്ണി സാത്വതാം, അന്ധകന്മാർ, വൃഷ്ണികൾ, യാദവന്മാർ എന്നിവരുടെ പ്രഭുവും ഗതിയുമായിരിക്കുന്ന ഭഗവാൻ. സതാം പതി സജ്ജനങ്ങളുടെ സംരക്ഷകൻ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന അലയോ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാൻ മേ പ്രസിദ്ധതാം എന്നോട് പ്രസാദിക്കണേ. ലക്ഷ്മീപതിയും യജ്ഞത്തിൻ്റെ പതിയും പ്രജകളുടെ പതിയും ലോകത്തിൻ്റെ മുഴുവൻ പതിയും ഭൂമിയുടെ പതിയും യാദവന്മാരുടെ പതിയും ഗതിയും ആയിരിക്കുന്ന ആ ഭഗവാൻ, എല്ലാവരുടെയും രക്ഷിതാവായിരിക്കുന്ന ഭഗവാൻ, സജ്ജനങ്ങളുടെ പതിയായിരിക്കുന്ന ആ ഭഗവാൻ എന്നോട് പ്രസാദിക്കണേ എന്ന് ശിവര് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തല്ലേ? 21ാമത്തെ ശ്ലോകം നോക്കാം. യദംഘ്ര്യനുധ്യാന സമാധിധൗതയാ, അല്ലെങ്കിൽ യദംഘ്ര്യഭിധ്യാന സമാധിധൗതയാ ധിയാനുപശ്യന്തി ഹി തത്വമാത്മനഃ വദന്തി ചൈതത് കവയോ യഥാരുജം സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. യദംഘ്ര്യനുധ്യാന സമാധിധൗതയാ, യാതൊരു ഭഗവാന്റെ അംഘ്രി പാദധ്യാനമാവുന്ന സമാധിയാൽ അഴുക്ക് നീക്കപ്പെട്ട, കളങ്കം ഇല്ലാതെയായ, യാതൊരു ഭഗവാന്റെ പാദധ്യാനമാകുന്ന സമാധിയാൽ ശുദ്ധമാക്കപ്പെട്ട, ധിയാ ബുദ്ധി കൊണ്ട്, കവയഹ അറിവുള്ളവർ, വിദ്വാൻമാർ, ആത്മനഃ തത്വം ഹി ആത്മാവിൻ്റെ തത്വത്തെ ശരിക്ക് സാക്ഷാത്കരിക്കുകയും, അനുപശ്യന്തി സാക്ഷാത്കരിക്കുക, യഥാരുചം ഏതത്ത് വദന്തിച്ച തൻ്റെ കഴിവിനനുസരിച്ച് പ്രതിഭയ്ക്ക് ഒത്തവണ്ണം അതിനെ
വർണ്ണിക്കുകയും ചെയ്യുന്നുവോ സ മുകുന്ദ, ആ മുകുന്ദൻ, ആ മുക്തിദാതാവായ ഭഗവാൻ മേ പ്രസിദ്ധതാം, എന്നോട് പ്രസാദിക്കണേ. ഭഗവാന്റെ പദാരവിന്ദങ്ങളെ ഭക്തിയോടെ ധ്യാനിക്കുന്നവൻ്റെ ബുദ്ധി അത് ഭഗവാൻ ശുദ്ധാക്കും. ആ ബുദ്ധിയിലുള്ള രജോ ഗുണ തമോ ഗുണ വാസനകളെ ഭഗവാൻ നീക്കി ശുദ്ധമാക്കുന്നു. സത്വഗുണപ്രധാനമായി തീർന്ന ബുദ്ധി കൊണ്ട് ഭഗവാന്റെ ആ തത്വം, പരമാർത്ഥ തത്വം, താൻ ആത്മാവാണെന്ന ആ സത്യം, പരമാർത്ഥം വിദ്വാൻമാരറിയുന്നു. എല്ലാവരും ആത്മതത്വത്തെ അറിയുന്നത് ഒരുപോലെയാണെങ്കിലും പുറമേക്ക് പറയുമ്പോൾ അത് ഓരോ വിധത്തിലാവും. ഓരോരുത്തരും ഓരോ വിധത്തിലാണ് അതിനെ ലോകത്തിന് ഉപദേശിക്കുന്നത്. അതിനും പിന്നിൽ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ആ മോക്ഷദാതാവായിരിക്കുന്ന ഭഗവാനെ അങ്ങ് സന്തോഷിക്കണേ എന്ന് താല്പര്യം. ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ആ ബുദ്ധി, വിദ്വാൻമാരുടെ ബുദ്ധി ഭഗവാൻ ശുദ്ധാക്കുന്നു, തത്വത്തെ ശരിക്ക് അറിയുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പ്രതിഭയ്ക്കൊത്തവണ്ണം അവർ അത് വർണ്ണിക്കുന്നു ഓരോ തരത്തിൽ. അതിനൊക്കെയുള്ള കഴിവ് കൊടുക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. 22ാമത്തെ ശ്ലോകം 22. പ്രചോദിതായേന പുരാ സരസ്വതി വിതന്വതാജസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരഭൂത് കിലാസ്യത സമേ ഋഷീണാം ഋഷഭ പ്രസീദതാം. പ്രചോദിത യേന പുരാ സരസ്വതി, പുരാ ആദിയിൽ, പണ്ട്, സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നർത്ഥം. അജസ്യ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ ഹൃദി, ഹൃദയത്തിൽ, സതീം വേണ്ട വിധത്തിലുള്ള, സ്മൃതിം സ്മൃതിയെ, സ്മരണയെ, വിതന്വത വിസ്തരിച്ച, ഉണർത്തിക്കൊടുത്ത. ആരാണ് സൃഷ്ടിക്ക് അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിന് വേണ്ടത് തോന്നിപ്പിച്ചതാരാ? അത് ഈ ഭഗവാനാണ്. പ്രചോദിത സരസ്വതി, ഇതാണ്. യാതൊരുവനാലാണ് പ്രചോദിത, പ്രേരിതനായിട്ട്, യാതൊരുവനാൽ പ്രേരിതനായിട്ട്, സരസ്വതി വിദ്യാധിദേവത, അതാണ് ഇവിടെ അർത്ഥം. ആ വിദ്യ സ്വലക്ഷണ, തൻ്റെ ലക്ഷണങ്ങളോടുകൂടെ, ആസ്യത ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന്, പ്രാദുരഭൂത് പ്രത്യക്ഷീഭവിച്ചു. ഋഷീണാം ഋഷഭ സഹ മേ പ്രസിദ്ധതാം, ആ ഋഷിമാരുടെ ഋഷിയായിരിക്കുന്ന, ഋഷീണാം ഋഷഭ, ഋഷിമാരിൽ വെച്ച് ശ്രേഷ്ഠനായ ആ ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിക്കണേ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാനാണ് ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചത്. ചതുശ്ലോകി ഭാഗവതം ഇനി പറയാൻ പോകുന്നുണ്ട്. ആ ജ്ഞാനമാണ് ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങൾ കൂടെ, ഋക്ക്, യജുസ്, സാമം, അഥർവം, ഇങ്ങനെ 4 വേദങ്ങളായിട്ട് പുറമേക്ക് ഒഴുകാൻ തുടങ്ങിയത്. ആ വേദമന്ത്രങ്ങളെ തപസ്സുകൊണ്ട്, ധ്യാനം കൊണ്ട് സാക്ഷാത്കരിച്ചവരാണ് ഋഷിമാർ. അപ്പോൾ ആ ഋഷികളെക്കാൾ ശ്രേഷ്ഠൻ വേദങ്ങളെ പുറമേക്ക് പ്രകാശിപ്പിച്ച ബ്രഹ്മാവാണല്ലോ. എന്നാൽ ആ ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ വേദത്തെ പ്രകാശിപ്പിച്ച ഭഗവാന്റെ കേമത്തോ, ആ ഭഗവാനോ ഋഷിമാരിലെല്ലാം വെച്ച്, അല്ലെ ഋഷികളിലെല്ലാവരിലും വെച്ച് ഉത്കൃഷ്ടനാണ്, ശ്രേഷ്ഠനാണെന്ന് പറയണം. അങ്ങനെയുള്ള സർവശ്രേഷ്ഠനായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ഋഷിമാർക്ക് വിദ്യ കിട്ടിയത് ബ്രഹ്മാവിൽ നിന്നാണ്, ബ്രഹ്മാവിന് ഈ വിദ്യ കിട്ടിയത് ഭഗവാനിൽ നിന്നാണ്. അപ്പം അങ്ങനെ എല്ലാവരിലും ഈ ജ്ഞാനത്തെ എല്ലാവരിലേക്കും എത്തിച്ച, ഋഷിമാർക്കും ഋഷിയായിരിക്കുന്ന, ഋഷിമാരേക്കാൾ അല്ലെങ്കിൽ ഋഷിമാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. 23ാമത്തെ ശ്ലോകം. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭു നിർമായ ശേതേയതമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സ്വാലം കൃഷിഷ്ഠ ഭഗവാൻ വചാംസി മേ. മുഖ്യമായിട്ടുള്ള ശ്ലോകമാണ്.
ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശയത്തെ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വാലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. സഹ ഭഗവാൻ മേ വചാംസി അലങ്കൃഷിഷ്ട. ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ ചമൽക്കാരമുള്ളതാക്കട്ടെ, അലങ്കരിക്കണം എന്നർത്ഥം. ഭഗവാൻ എൻ്റെ വാക്കിനെ അലങ്കരിക്കട്ടെ, എൻ്റെ നാവിൽ ഭഗവാൻ വന്നിരിക്കട്ടെ, എന്നെക്കൊണ്ട് വേണ്ട വിധം ഭഗവാൻ പറയിപ്പിക്കട്ടെ. ഇതാണ് പ്രാർത്ഥന. ഇതാണ് ഈ ഒരു ശുഖസാരസ്വതത്തിൻ്റെ സാരം. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക അർത്ഥം. എന്താ പറയണത്? ഭൂതൈർ മഹദ്ഭിര്യ ഇമാഹ പുരോ വിഭുഹു. യഹ വിഭുഹു, യാതൊരു ഭഗവാൻ. ഭൂതൈഹി മഹദ്ഭി ഭൂതൈഹി, പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട്, മഹത്തുക്കളായ ഭൂതൈഹി ഭൂതങ്ങളാൽ, പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട്, പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം, അതാണ് പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഇമാഹ പുരഹ, ഈ പുരങ്ങളെ, ഈ ശരീരങ്ങളെ, ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ നിർമായ നിർമ്മിച്ച് ഇതിൽ ശയത്തെ ശയിക്കുക, അന്തര്യാമിയായിട്ട് കുടികൊള്ള. അത് കാരണം പുരുഷ, പുരുഷൻ എന്ന ഒരു പേര് ഭഗവാന് കിട്ടി. പുരത്തിൽ ശയിക്കുന്നത് കൊണ്ട് പുരുഷൻ, ഈ കാണുന്ന പുരങ്ങളിൽ ശയിക്കുന്നത് കൊണ്ട് പുരുഷൻ. ഷോഡശഗുണാൻ ഷോഡശാത്മക, 16 പ്രകൃതി ഗുണങ്ങളെ, അതാണ് ഷോഡശ ഗുണങ്ങൾ. ഷോഡശാത്മക, 16ൻ്റെയും ഉത്തേജകനായിരിക്കുന്ന ആള്. ഭുങ്ക്തേ, പ്രകാശിപ്പിക്കുക. സ ഭഗവാൻ, അങ്ങനെയുള്ള ആ ഭഗവാൻ മേ വചാംസി അലങ്കൃഷിഷ്ട, എൻ്റെ വാക്കിനെ അലങ്കരിക്കണേ. ഇതാണ് പ്രാർത്ഥന. എന്താ ഈ 16 ഷോഡശ ഗുണാൻ എന്ന് പറഞ്ഞത്? മനസ്സ് 1, പിന്നെ 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അപ്പോൾ എത്രയും 11. പിന്നെ പഞ്ചഭൂതങ്ങൾ, അപ്പോൾ എത്രയും 16. പഞ്ചഭൂതങ്ങൾ പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം 5. കണ്ണ് മൂക്ക് നാക്ക് ചെവി ത്വക്ക് വാക്ക് പാണി പാദം പായു ഉപസ്ഥ, അങ്ങനെ 15. പിന്നെ 1 മനസ്സ് അല്ലെ അന്ധക്കരണം, ഇങ്ങനെ 16. ഇതാണ് 16 ഗുണങ്ങൾ. ഈ 16 ഗുണങ്ങളോട് കൂടിയിരിക്കുന്നവൻ, ഇതിനൊക്കെ പ്രകാശിക്കാൻ സാധിക്കുന്നത് ഭഗവാനുള്ളത് കൊണ്ടാണ്. അതിനൊക്കെ ശക്തിയായിരിക്കുന്നവൻ, പ്രേരകനായിരിക്കുന്നവൻ, അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ നാവിനെ അലങ്കരിക്കണേ. വേണ്ടതുപോലെ പറയാനുള്ള ശക്തി ഭഗവാനെ അങ്ങ് തരണേ. അങ്ങ് എന്നെക്കൊണ്ട് വേണ്ടതുപോലെ പറയിപ്പിക്കുക എന്ന് സാരം. ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം. ഭൂതൈർമഹദ്ഭിര്യ ഇമാഹ പുരോ വിഭു നിർമായ ശയത്തെ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഇനി 24ാമത്തെ ശ്ലോകം. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുർജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പപുർജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. സൗമ്യാഹ ജ്ഞാനമയം യന്മുഖാംബുരുഹാസവം പപുഹു. ശാന്തന്മാരായ ഭക്തന്മാർ ജ്ഞാനമയം, ജ്ഞാനമാകുന്ന യന്മുഖാംബുരുഹാസവം, യാതൊരാളുടെ മുഖാരവിന്ദ മധുവിനെ പപുഹു കുടിക്കുക, പാനം ചെയ്യുന്നുവോ. അമിത തേജസേ ഭഗവതേ തസ്മൈ വ്യാസായ നമഃ. അളവറ്റ തേജസ്സോടുകൂടിയ സർവജ്ഞനായ ആ ശ്രീ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം. ഇതാണ്
ഈ 24-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം വ്യക്തമായല്ലോ, 24 വ്യക്തമായില്ലേ? ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. പഞ്ചഭൂതങ്ങൾ, ഈ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ടെല്ലാ ശരീരങ്ങളെയും സൃഷ്ടിച്ച് അവയിൽ അന്തര്യാമിയായി അല്ലെങ്കിൽ ജീവസ്വരൂപേണ വിളങ്ങുന്ന ഭഗവാൻ 16 സ്വരൂപത്തിൽ 16 വിഷയങ്ങളെ അനുഭവിക്കുന്നുണ്ട്. കാതായിട്ട് മാറി ഭഗവാൻ എന്നിട്ട് കേൾക്കുന്നു, ത്വക്കായി തീർന്നിട്ട് ഭഗവാൻ സ്പർശിക്കുന്നു, കണ്ണായി തീർന്ന് ഭഗവാൻ കാണുന്നു, നാവായി തീർന്ന് ഭഗവാൻ രുചിക്കുന്നു, മൂക്കായി തീർന്ന് ഭഗവാൻ വാസനിക്കുന്നു, കയ്യായി തീർന്ന് ഭഗവാൻ എടുക്കുന്നു, കാലായി തീർന്ന് ഭഗവാൻ നടക്കുന്നു, വാക്കായി തീർന്ന് ഭഗവാൻ സംസാരിക്കുന്നു, ഉപസ്ഥമായി തീർന്ന് ഭഗവാൻ ആനന്ദിക്കുന്നു, വായുവായി തീർന്ന് വിസർജിക്കുന്നു, കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളെ പ്രാണനായി തീർന്ന് അകത്തേക്ക് സ്വീകരിക്കുന്നു, ശരീരത്തിൽ ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളെ അപാനനായിട്ട് പുറമേക്ക് വിടുന്നു, വ്യാനനായി തീർന്ന് എല്ലാ നാഡീഞരമ്പുകളിലും വ്യാപിച്ചിരിക്കുന്നു, സമാനനായി തീർന്ന് ആഹാരപദാർത്ഥങ്ങളെ അതിൻ്റെ രസത്തെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു, ഉദാനനായിട്ട് മേൽപോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സായി തീർന്ന് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയും 16, 2 തരത്തിൽ പറയാം. ഇങ്ങനെ 16 സ്വരൂപത്തിൽ 16 വിഷയങ്ങളെ അനുഭവിക്കുന്നവനായ ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കണേ. എന്നിട്ട് പറയാണ്, ഉപസംഹരിച്ചു. എന്നിട്ട് പറയാണ് ഇവിടെ, നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമി തേജസേ പപുജ്ഞാനമയം സൗമ്യ യന്മുഖാംബുരുഹാസവം. ജ്ഞാനപ്രദനും പിതാവുമായ വ്യാസരെ നമസ്കരിക്കുകയാണ് ശ്രീശുകർ. കാരണം അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഈ ജ്ഞാനം തനിക്ക് കിട്ടിയത്. യാതൊരാളുടെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്നൊഴുകിയ ജ്ഞാനാത്മകമായ ആ രസത്തെ പരമശാന്തന്മാർ പാനം ചെയ്യുന്നുവോ, മഹാതേജസ്വിയും ജ്ഞാനപരിപൂർണനുമായ ആ വ്യാസമഹർഷിക്ക് നമസ്കാരം എന്ന് ശ്രീശുകർ തൻ്റെ അച്ഛനായ വ്യാസരെ നമസ്കരിക്കുകയാണ്. പിന്നെ 25-ാമത്തെ ശ്ലോകം, അതോടുകൂടി ഈ ഒരു അധ്യായം അവിടെ കഴിയാണ്. ഏതദേവാത്മഭൂരാജൻ നാരദായ വിപൃച്ഛതേ വേദഗർഭോഭ്യധാത് സാക്ഷാത് യഥാഹ ഹരിരാത്മനഃ. ഏതദേവാത്മഭൂരാജൻ നാരദായ വിപൃച്ഛതേ വേദഗർഭോഭ്യധാത് സാക്ഷാത് യഥാഹ ഹരിരാത്മനഃ. രാജൻ, ഹേ പരീക്ഷത്തെ, ഏതദേവ, ഇതിനെ തന്നെ, വിപൃച്ഛതേ, ചോദിച്ച, നാരദായ, നാരദ മഹർഷിക്ക്, വേദഗർഭ, വേദത്തിൻ്റെ ഉറവിടമായ ആത്മഭൂ ബ്രഹ്മദേവൻ, അഭ്യധാത്, ഉപദേശിക്കുകയുണ്ടായി. യത് സാക്ഷാത് ഹരിഹി, യാതൊന്നാണോ ശരിക്കും ശ്രീ വാസുദേവൻ ഭഗവാൻ ആത്മനഃ ആഹ, തനിക്ക് ഉപദേശിച്ചിരുന്നത്. എന്താ പറഞ്ഞത്? ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാൻ വിചാരിക്കുന്ന സംഗതി ബ്രഹ്മനാരദ സംവാദമായിട്ട് പണ്ടുള്ളവരാൽ അറിയപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുകയാണ്. രാജാവേ, അങ്ങ് എന്നോട് ചോദിച്ച ഈ ചോദ്യം പണ്ട് നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ അച്ഛനായ ബ്രഹ്മദേവനോട് ചോദിച്ചു. വേദത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ, ആ ബ്രഹ്മദേവന് സൃഷ്ടിയുടെ തുടക്കത്തിൽ ആ ഭഗവാൻ ശ്രീ വാസുദേവൻ ഉപദേശിച്ചു കൊടുത്ത ആ സംഗതി ബ്രഹ്മദേവൻ തൻ്റെ പുത്രനായ നാരദർക്ക് പറഞ്ഞു കൊടുത്തു. ഇനി അത് പറയാൻ പോവുകയാണ്. ഈ ബ്രഹ്മാവും നാരദൻ തമ്മിലുള്ള സംവാദം. പരീക്ഷത്തെ, ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ അത് ഭഗവാൻ എങ്ങനെയാണ് ചെയ്യുന്നതല്ല അങ്ങ് ചോദിച്ചത്. ഈ ചോദ്യം പണ്ട് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിച്ചിരുന്നു. ആ സമയത്ത് ബ്രഹ്മദേവൻ നാരദർക്ക് പറഞ്ഞു കൊടുത്തത് അതേപോലെ ഞാൻ അങ്ങേയും കേൾപ്പിക്കാം. വ്യക്തമായില്ലേ? ഏതദേവാത്മഭൂരാജൻ,
ഈ സംഗതി തന്നെ അല്ലയോ രാജാവേ പണ്ട് ചോദിച്ചിരുന്നു. നാരദായ വിപൃച്ഛതേ, നാരദ മഹർഷിക്ക് വേദഗർഭോഭ്യധാത്, വേദഗർഭൻ ബ്രഹ്മാവ് അഭ്യധാത് ഉപദേശിക്കേണ്ടായി. അത് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം, അങ്ങേക്കും പറഞ്ഞു തരാം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ തത്വധ്യാനനിരൂപണപ്രകരണേ സ്ഥൂലധ്യാനനിരൂപണം നാമ ചതുർത്ഥോധ്യായഃ. ശ്രീഹരയേ നമഃ. എന്താണ് ഇപ്പോൾ ഈ അധ്യായത്തിൻ്റെ ചുരുക്കം? ശുകസാരസ്വതം എന്ന് നമുക്ക് പറയാം. ശുകസാരസ്വതം. ശ്രീശുകർ ഭഗവാനെ സ്തുതിക്കുകയാണ്. പരീക്ഷിത് രാജാവ് സൃഷ്ടിയാദി ലീലകൾ ചോദിച്ചപ്പോൾ ശ്രീശുകർ അതിന് മറുപടി പറയാനായി ആദ്യം ഭഗവാനെ ഒന്ന് നമസ്കരിച്ചു, ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതിയാണ് ശുകസാരസ്വതം. ഇനി പറയാൻ പുറപ്പെടുകയാണ്. അപ്പോൾ അതാണ് ഒരു അധ്യായത്തിൻ്റെ ചുരുക്കം പറയുകയാണെങ്കിൽ ശുകസാരസ്വതം എന്ന് നമുക്ക് പറയാം. ശുകൻ സ്തുതിക്കുന്നു ഭഗവാനെ. ഇനി 5-ാമത്തെ അധ്യായം, അതടുത്ത ദിവസം നമുക്ക് കാണാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.